ആലപ്പുഴയിൽ വൻ കഞ്ചാവ് വേട്ട 2 കോടിയോളം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തു. യുവതിയടക്കം 2 പേർ പിടിയിലായി. സിനിമാ താരങ്ങൾക്കടക്കം നിരോധിത ലഹരി വസ്തുക്കൾ നൽകാറുണ്ടെന്ന് പിടിയിലായ തസ്ലീമ മൊഴി നൽകിയെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു. ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ആലപ്പുഴ ബേസ് ചെയ്തുള്ള ആൾക്കാർ തന്നെയാണ്. അതെ അതെ, സിനിമാ മേഖലയിൽ ആൾക്കാരും ഉണ്ട്, ഇതിൽ ഇൻവോൾവ് ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. 1-2 പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേർന്നു. രഘു, ഈ പിടിയിലായവരുടെ മറ്റ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇവർ ആർക്കൊക്കെയാണ് ഇത് നൽകിയതെന്ന് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണോ പോലീസ്? ഒട്ടി ബംഗളൂരുവിൽ നിന്ന് ഇത്തരത്തിൽ ഉന്നത ലഹരിയുള്ള മുന്തിയ ലഹരി ഉൽപ്പന്നങ്ങൾ ആലപ്പുഴയിലേക്ക് റോഡ് മാർഗം കൊണ്ടുവരുന്നുവെന്ന് എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി തീരദേശ റോഡിൽ ഓമനപ്പുറത്ത് എക്സൈസ് പരിശോധന നടത്തി. അങ്ങനെ എറണാകുളം രജിസ്ട്രേഷനിലുള്ള ഒരു കാറിൽ നിന്ന് 2 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തു. ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത് 2 തരം കഞ്ചാവുകളുടെ മിശ്രണമാണ്. മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ മരുന്ന് നിർമ്മാണത്തിനായി വ്യാവസായിക അടിസ്ഥാനത്തിൽ നിയമപരമായി കൃഷി ചെയ്യുന്നതാണിത്. ഇത് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവന്ന് വിൽക്കുന്നതാണ് രീതി. സാധാരണ നിലയിൽ ഉപയോഗിക്കുന്ന കഞ്ചാവിനേക്കാൾ ഉയർന്ന കൂടിയ ലഹരി ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് മാത്രവുമല്ല വലിയ വിലയുമാണ്. 1 ഗ്രാം കഞ്ചാവിന് 10,000 രൂപ വരെ വില ഈടാക്കുന്നുണ്ട്. കേസിൽ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരാൾ ചെന്നൈയിൽ താമസിക്കുന്ന തസ്ലിമയും ഒപ്പം തന്നെ മണ്ണഞ്ചേരി സ്വദേശിയായ യുവാവും. 2 പേരും കഴിഞ്ഞ കുറച്ച് നാളുകളായി ആലപ്പുഴയിലേക്ക് ലഹരി എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സിനിമാ മേഖലയിൽ അടക്കമുള്ളവർക്ക് ഇത് നൽകുന്നു എന്നും, അതായത് സിന്തറ്റിക് ഡ്രഗിന് പുറമെ ഇത്തരത്തിൽ കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെയുള്ളവ നൽകുന്നു എന്നുള്ളതാണ് പ്രതികളുടെ മൊഴി. പോലീസ് ഔദ്യോഗികമായി ആരാണ് ഈ സിനിമാ മേഖലയിലുള്ളവർ എന്ന് പറഞ്ഞിട്ടില്ല.